ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, 2024 ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളലിൽ നമ്മെ വിട്ടുപോയതായ മുഴുവൻ ആളുകളുടെയും പേരിൽ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് വിവരം അറിയുന്നതിന് ശേഷം അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ വിവിധ ആളുകളെ മുഴുവൻ വിളിച്ച ആ സന്ദർഭത്തിൽ തുടങ്ങിയതായ യാത്ര ഇന്നും അനസ്യൂതം തുടരുകയാണ്. ആ പ്രയാണം നമ്മളാരും ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ദുരന്തത്തെ, മഹാദുരന്തത്തെ അതിജീവിച്ചതായിരിക്കുന്ന ആളുകൾ, ആ അതിജീവിച്ചതായ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും എല്ലാവരും നടത്തുന്നതായിരിക്കുന്ന കഠിനമായിട്ടുള്ള പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തെ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ആ മേഖലയിലെ മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ MBBS പഠിക്കുന്ന, MCA പഠിക്കുന്ന, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, വിവിധ കോളേജുകളിൽ പഠിക്കുന്ന, അമേരിക്ക അടക്കമുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിവിധ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഒരാളെപ്പോലും വീഴാതെ അവരെ പഠിപ്പിക്കാൻ MLA എന്ന രീതിയിൽ MLA കെയറിന്റെ പദ്ധതി ആവിഷ്കരിച്ച് സമ്പൂർണമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്ക് ടു ഹോം കിറ്റുകളും റിലീഫ് ക്യാമ്പുകളിലെ ചിൽഡ്രൻ പാർക്കുകളും അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി നടത്തിയ, വിവിധങ്ങളായ തലങ്ങളിൽ നടത്തിയ, നമ്മളെല്ലാവരും നടത്തിയതായിരിക്കുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ 178 വീടുകളാണ്. ആ 178 വീടുകൾ ഒന്നാം ഘട്ടത്തിൽ ഇവിടെ ആശ്വാസകരമായ രീതിയിലാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. ബഹുമാന്യനായ മന്ത്രിയുടെ സംസാരിച്ചവരെ സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. സർക്കാരിനോട് ചേർന്ന് നിന്ന് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രക്രിയയിൽ ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകാമോ ആ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രാവും പകലുമില്ലാതെ ഒഴിഞ്ഞ് പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചവരാണ്. ഈ ദുരന്തബാധിതർ ഒരാൾ പോലും അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാക്കില്ല. കാരണം അവര് നേരിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവരുടെ അപശബ്ദങ്ങൾ കണക്കിലാക്കുന്നില്ല എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ടി സിദ്ദിഖ് സംസാരിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ചില കൂവലുകൾ ഉണ്ടായിരുന്നു. തുടക്കത്തിലും അത് കണ്ടു. ആ പ്രശ്നങ്ങൾക്ക് എന്തായാലും ടി സിദ്ദിഖ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ ചില മറുപടി കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.